സുനന്ദ ഇങ്ങോട്ടിരുന്നുള്ളൂ. വേണ്ട. അത് ശരിയല്ലല്ലോ. പ്ലീസ് ഡൗൺ. എന്നാ സാറൂടെ ഇങ്ങോട്ട് ഇരുന്നോളൂ. വേണ്ട, ഞാനിവിടെ നിന്നോളാം. സാർ ഇങ്ങോട്ട് ഇരുന്നാട്ടെ. സുനന്ദ വീട്ടിലേക്കായിരിക്കും. അതെ, അച്ഛന് തീരെ സുഖമില്ലെന്ന് ചിറ്റമ്മ വിളിച്ചു പറഞ്ഞു. ഗോപാലട്ടൻ എവിടെ പോയിട്ട് വരുന്നു? തൊഴിലാളികളുടെ ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഉണ്ടാക്കിയിട്ടുണ്ട്. കോൺട്രാക്റ്റുകൾ ഏറ്റെടുത്ത് നടത്താനാണ് പരിപാടി. ഐ സീ. അതിനുവേണ്ടി ചീഫ് എഞ്ചിനീയർ ഒന്ന് കാണാൻ പോയതാ. ഞങ്ങൾക്ക് കോൺട്രാക്ട് കിട്ടിയാൽ അച്ഛൻ ബുദ്ധിമുട്ടിലാകും. ഏയ്, അങ്ങനെ വല്ലതും ഉണ്ടോ? ലോകത്തുണ്ടാവുന്ന മാറ്റങ്ങൾ എല്ലാവരും മനസ്സിലാക്കണ്ടേ? ഈ പെൺകുട്ടി എത്രമാത്രം മാറിയിരിക്കുന്നു. പുതിയ സാഹചര്യങ്ങൾ അവളെ സംസ്കാര സമ്പന്നയാക്കി. ആ ദാസുമായി താരതമ്യപ്പെടുത്തുമ്പോ ഗോപാലട്ടൻ എത്ര നല്ല മനുഷ്യനാണ്. ഉറക്കം വരുന്നെങ്കിൽ സീറ്റിൽ ചാരിക്കണം തുടങ്ങിക്കൊള്ളൂ. ഏയ്, എനിക്ക് ഉറക്കം വരുന്നില്ല. അതെ, മോള് മുറിയിലേക്ക് വയ്ക്കോ. അച്ഛൻ ഇവരുമായിട്ടൊന്ന് സംസാരിച്ചിട്ട് വരാം. ഭവാനി, അവളെ വിളിച്ചോണ്ടു. മാമോളെ, ഇത്രയും കാലമായി കമ്പനിയായിട്ടുള്ള ഇടപാടുകളിൽ ഞാൻ ഒരു വീഴ്ചയും വരുത്തിയിട്ടില്ല. ഈ അവസരത്തിൽ എന്നെ അവമാനിക്കരുത്. ഞാൻ കമ്പനിയുടെ പ്രതിനിധി മാത്രമാണ്. എന്ത് ചെയ്യാൻ കഴിയും? ഐ എം ഹെൽപ്ലെസ്. എന്താ ചുറ്റും ഇതെല്ലാം? ബസ് സ്റ്റാൻഡിൽ എന്താ കാർ അയക്കാഞ്ഞത്? കാർ ഇവിടെ ഇല്ല മോളെ. എവിടെ പോയി? എല്ലാം പറയാം, നീ വാ. ഈ സമയത്ത് തന്നെ നീ ഇവിടെ വരുമെന്ന് കരുതിയില്ല മോളെ. ആ പോലീസുകാർ എന്തിനാ വന്നിരിക്കുന്നറിയാമോ? എന്തിനാ ചിറ്റമ്മേ? നിന്റെ അച്ഛനെ അറസ്റ്റ് ചെയ്യാൻ. അതെ മോളെ, ബില്ല് മാറുമെന്ന് വിചാരിച്ച് ഷയാൻ കമ്പനിക്ക് അച്ഛൻ 2 ലക്ഷം രൂപയുടെ ചെക്ക് കൊടുത്തു. ബില്ല് മാറിയില്ല. അവർ കേസ് കൊടുത്തു. കള്ളച്ചെക്ക് കൊടുത്തെന്ന്. അതെന്താ ബില്ല് മാറാത്തത്? എഞ്ചിനീയർ ദാസ് നമുക്ക് അനുകൂലമല്ല മോളെ. ആ ബ്ലഡി റാസ്കൽ നമ്മളെ ചതിക്കുകയാണെന്ന് അച്ഛൻ ചീഫ് എഞ്ചിനീയറോട് പറയാത്തെന്ത്? മോളെ, അയാളൊരു ചെകുത്താനാണെന്ന് ഇപ്പോഴാണ് അറിഞ്ഞത്. എന്റെ ഒപ്പ് വാങ്ങാൻ അച്ഛനാണോ അയാളെ അങ്ങോട്ട് അയച്ചത്? തിരുവനന്തപുരത്ത് വരുമ്പോ നിന്നെ കണ്ട് ഒപ്പ് വാങ്ങിക്കൊള്ളാമെന്ന് അയാളാണ് അച്ഛനോട് പറഞ്ഞത്. എന്തുണ്ടായി മോളെ? ചിറ്റമ്മേ, അയാൾക്ക് എന്റെ ഒപ്പായിരുന്നില്ല ആവശ്യം. മോളെ, ആ മൃഗം എന്നെ കടന്നു പിടിച്ചു. ഞാൻ അയാളുടെ കവിളിലടിച്ചു. അച്ഛനെ ഓർത്താണ് ഞാൻ ക്ഷമിച്ചത്. മോളെ, നമ്മളിനി എന്ത് ചെയ്യും ചിറ്റമ്മേ? മോൾ എന്തിനാ കരയുന്നത്? വിധിവിഹിതമേവനും ലംഘിച്ചുകൂടുമോ എന്ന് കേട്ടിട്ടില്ലേ? അവര് പോയോ? പോയി. കാറും ആഭരണങ്ങളും വിറ്റ് കടം ഉടനെ അടയ്ക്കാൻ ഏർപ്പാട് ചെയ്തു. അച്ഛാ, മോളെ, അച്ഛനെ പരമദുഷ്ടനെ സ്നേഹിച്ചു, വിശ്വസിച്ചു, താളത്തിന് ഒപ്പിച്ച് തുള്ളി. അതിന്റെ ഫലമാണിതൊക്കെ. അച്ഛാ, എനിക്ക് ആ എഞ്ചിനീയറെ ഒന്ന് കാണണം. അയാളുടെ മനസ്സിലിരിപ്പ് എന്താണെന്ന് എനിക്കറിയണം. വേണ്ട, അവനെ കാണും നീ പോകണ്ട. നേരാ മോളെ, മോള് പോകണ്ട. ഇല്ലച്ഛാ, മകനും മകളുമായി അച്ഛന് ഞാൻ മാത്രമേ ഉള്ളൂ. ഞാൻ ജീവിച്ചിരിക്കുമ്പോ അച്ഛനിങ്ങനെ തകരാൻ ഞാൻ സമ്മതിക്കില്ല. മോളെ, വല്ലാത്തൊരു വേദന. അയ്യോ, ഡോക്ടറെ വിളിപ്പിക്കട്ടെ? വേണ്ട, കുടിക്കാൻ എന്തെങ്കിലും തരും. എന്താ കാണിക്കുന്നത്? നാണപ്പൻ ചേട്ടനെങ്ങാനും വന്ന് കണ്ടാലുണ്ടല്ലോ. കണ്ടാലും മിണ്ടാതെ പോയിക്കോളും. അവൻ അറിയാൻ വേണ്ടി അവൻ വെറും ഡ്യൂപ്പാണെന്ന്. പിന്നെ ഗോപാല ജാമ്യത്തിലിറങ്ങി. കേസ് അന്വേഷണത്തിന് വരുമ്പം ഞാനെങ്ങാനും കുഴപ്പത്തിലാവൂ. നിനക്കെന്ത് കുഴപ്പം വരാനടി? നീ ഗ്രനേഡ് ആരെങ്കിലും കണ്ടോ?
ആരും കണ്ടില്ല. എന്നാലും നിക്കക്കള്ളിയില്ലാതെ വരുമ്പം ആരെങ്കിലും കയറി പറഞ്ഞാലോ? നീ ഒന്നുകൊണ്ടും പേടിക്കണ്ടടി, നിനക്ക് ഞാനുണ്ട്. ഇങ്ങനെ പറഞ്ഞാ മതി. ഒരു കോന്തനെ ഭർത്താവായിട്ട് പിടിച്ചു തന്നിട്ടുമുണ്ട്. എന്താ ഒരു വീട് വെച്ച് തരാൻ പറഞ്ഞിട്ട്? നിനക്ക് ആവശ്യമുള്ള പണം ഞാൻ തരും. ആരും വന്നു തോന്നിയകത്ത് പോ. Yes, come in. സുനന്ദയോ? കോളേജിൽ നിന്ന് വന്നു. ഇന്ന് ഇങ്ങോട്ട് വന്നത് നിങ്ങളെ ഒന്ന് കാണാൻ. ആ, നിങ്ങൾ എന്താ എന്റെ അച്ഛന്റെ ബില്ലിൽ ഒപ്പിടാത്തത്? അദ്ദേഹം നിങ്ങൾക്ക് എന്ത് ദ്രോഹം ചെയ്തു? നിങ്ങൾ വിചാരിച്ചാലേ അച്ഛന് പണം കിട്ടൂ. കടം വീട്ടാൻ നോക്കൂ. ഞാൻ മാത്രമല്ല, നീയും വിചാരിക്കണം. ഒരു പാലമിട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോണം. മനസ്സിലായില്ല. നിനക്കെന്നെ ഒന്ന് സ്നേഹിച്ചുകൂടി? ഞാൻ എന്റെ കുഷ്ഠരോഗിയാണ്, അത് കാട്ടുപറയും. ഓഹോ, ഇതാണോ കാര്യം? അതെന്താ അത്ര നിസ്സാരമാക്കി കളഞ്ഞത്? ഞാൻ ആശിച്ചതെല്ലാം ഇന്നേവരെ സാധിച്ചിട്ടുണ്ട്. നീ എന്നെ മനസ്സിലാക്കുമെന്ന് കരുതി. ഇപ്പൊ മനസ്സിലായി. നിന്റെ അച്ഛന്റെ ബില്ല് മാറണമെങ്കിൽ നിന്നെ എനിക്ക് കിട്ടണം. നീ എന്റെ കരണത്തടിച്ചു. ആ നൊമ്പരം ഇന്നും എന്റെ മനസ്സിൽ നിൽക്കുകയാണ്. ഒന്നുമല്ലെങ്കിൽ നീ ഒരു സ്ത്രീയല്ലേ? അതെ, പക്ഷേ സ്ത്രീകളെ നിങ്ങൾ ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല. എന്റെ അച്ഛനും ഞാനും റോട്ടിലിറങ്ങി തെണ്ടുമായിരിക്കും. എന്നാലും എന്നെ നിങ്ങൾക്ക് കിട്ടുമെന്ന് സ്വപ്നം കാണണ്ട. സുനന്ദേ, നിന്റെ അച്ഛന്റെ ജീവൻ ഇന്ന് എന്റെ കയ്യിലാണ്. അതെ, രണ്ടുപേർ കൊല്ലപ്പെട്ട ബോംബ് കേസിൽ 1-ാം പ്രതിയാണ് നിന്റെ അച്ഛൻ. ഞാൻ വിചാരിച്ചാൽ ഇന്ന് അയാളുടെ കയ്യിൽ വിലങ്ങ് വീഴും. നാളെ തൂക്കുമരത്തിൽ കയറും. ദാസ്, നിങ്ങൾ പറഞ്ഞത് സത്യമാണോ? വിശ്വാസമില്ലേ? നിന്റെ അച്ഛൻ ബോംബ് കൊടുത്തയച്ച ആൾ ഇവിടെ ഉണ്ട്. നിന്റെ വേലക്കാരന്റെ ഭാര്യ പൊന്നമ്മ. നടന്നത് എന്താണെന്ന് നേരിട്ടവൾ നിന്നോട് പറയും. പൊന്നമ്മേ. അയ്യോ വേണ്ട, അവരെ വിളിക്കണ്ട. അപ്പോ ഞാൻ പറയുന്നത് നിനക്ക് വിശ്വാസമുണ്ട് അല്ലേ? അല്ലെങ്കിൽ നിന്റെ അച്ഛനോട് ഒന്ന് ചോദിച്ചു നോക്ക്. വേണ്ട, ആരോടും ചോദിക്കണ്ട. ദയവായി അങ്ങ് എന്റെ അച്ഛനെ രക്ഷിക്കണം. അതുകൊണ്ട് എനിക്കെന്ത് പ്രയോജനം? അതിന് പ്രതിഫലമായി എന്റെ ഈ ശരീരം മതിയെങ്കിൽ എടുത്തോളൂ. ഛേ, ഒരു നിമിഷത്തേക്ക് മാത്രമായി എനിക്കതെന്തിന്? കിട്ടുന്നെങ്കിൽ ഒരായുഷ്കാലം മുഴുവൻ എനിക്കത് വേണം. യെസ്, ഐ വാണ്ട് ടു മാരി യു. നീ എന്റെ ഭാര്യയാകണം. വിഷമിക്കണ്ട, ആലോചിച്ച് തീരുമാനിച്ചാൽ മതി. നീ പഠിച്ചവളല്ലേ? 2 ദിവസത്തിനകം മറുപടി പറഞ്ഞാൽ മതി. 48 hours. യു അണ്ടർസ്റ്റാൻഡ്? പോയിക്കോളൂ. എനിക്ക് ഹോസ്റ്റലിൽ എത്തണം. വാർഡിന് ചില സംശയങ്ങളൊക്കെ തോന്നി തുടങ്ങിയിട്ടുണ്ട്. തോന്നിട്ട് നമുക്കെന്താ? അവർ വീട്ടിലറിയിക്കും. അച്ഛൻ എന്നെ വീട്ടിലെടുത്തോണ്ട് പോയി പൂട്ടും. പഠിത്തവും ക്യാൻസൽ. അച്ഛൻ കോപിച്ചാലും ചിറ്റമ്മയുണ്ടല്ലോ തണുപ്പിക്കാൻ. എന്തു വന്നാലും അച്ഛന്റെ വേദന കാണാൻ വയ്യ മിസ്റ്റർ ഗംഗൻ. എന്നാ ഒരു കാര്യം ചെയ്യാം, നമുക്ക് വിവാഹിതരാകാം. റെഡി. ഇതാ താലി കെട്ടിയാട്ടെ. എനിക്ക് ധൈര്യമില്ലെന്നല്ലേ ഈ കളിയാക്കലിന്റെ അർത്ഥം? എനിക്ക് നല്ല ധൈര്യമുണ്ട്. സുനന്ദേ, വീട്ടിലെ ബുദ്ധിമുട്ടുകൾ കൊണ്ടാണ്. ഇത് ഫൈനൽ ഇയർ അല്ലേ? ജയിച്ചു കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഒരു ജോലി കിട്ടും. ഇനി എന്റെ വരുമാനം ഇല്ലാതെ വീട് രക്ഷപ്പെടുകയില്ല. എപ്പോഴും വീട് വീട് വീട്. എനിക്ക് ആ വിചാരം ഇല്ലാതിരിക്കാൻ പറ്റുമോ? എന്നാൽ നമുക്കിവിടെ ഇരുന്ന് നമ്മുടെ വീടുകളെ പറ്റി ഓരോ ഉപന്യാസം എഴുതാം. നമുക്ക് 2 പേർക്കും കൂടെ ഉണ്ടാകുന്ന വീടിനെ പറ്റി എഴുതുന്നതല്ലേ നല്ലത്? അങ്ങനെ ഒരു വീട് ഉണ്ടാവുമോ ഗംഗൻ? തീർച്ചയായും.
അച്ഛാ, എന്താ മോളെ? ഞാൻ ഇനി കോളേജിൽ പോകുന്നില്ല. അച്ഛൻ സന്തോഷമായി ജീവിക്കണമെങ്കിൽ ഞാൻ സ്വയം മാറിയേ പറ്റൂ. നീ എന്തൊക്കെയാ പറയുന്നത്? അച്ഛൻ ദുഃഖിക്കരുത്. ദാസ് എന്നെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങൾ തമ്മിൽ അതേപ്പറ്റി ഇപ്പോൾ സംസാരിച്ചു. ഞാൻ സമ്മതിച്ചു. ഞാൻ സമ്മതിക്കില്ല. എന്റെ മോളെ ആ എളപ്പാട് കല്യാണം കഴിക്കാനും നിങ്ങൾ എന്ത് തീരുമാനിച്ചാലും ഞാൻ സമ്മതിക്കില്ല. അവൻ മൃഗമാണ്, മൃഗം. എനിക്കറിയാം. പിന്നെ നീ സമ്മതിച്ചു എന്ന് പറഞ്ഞത്? അച്ഛനെ തൂക്കുമരത്തിൽ നിന്ന് രക്ഷിക്കാൻ. പറയൂ അച്ഛാ, അച്ഛൻ കൊലക്കേസിൽ പ്രതിയല്ലേ? അച്ഛന്റെ ജീവൻ അയാളുടെ കയ്യിലല്ലേ? നാളെ അദ്ദേഹം പിണങ്ങിയാൽ അച്ഛൻ ജയിലിൽ പോകില്ലേ? എന്റെ അച്ഛനെ ഞാൻ രക്ഷിക്കും. അതിന് ഒറ്റ മാർഗമേ ഉള്ളൂ. എനിക്കെന്റെ അച്ഛനാണ് വലുത്. വേണ്ട മോളെ, ഞാൻ കുറ്റമേറ്റോളാം, മരണശിക്ഷ വരെ ഏറ്റോളാം. എന്നാൽ നീ അവന്റെ ഭാര്യയാകരുത്. എനിക്കത് സഹിക്കാനൊക്കില്ല മോളെ, സഹിക്കാനൊക്കില്ല. അച്ഛാ, ഏതായാലും എനിക്കൊരു ഭർത്താവ് വേണം. അത് അദ്ദേഹം തന്നെ ആയിക്കൊള്ളട്ടെ. അച്ഛന് തരാൻ എനിക്കിനി എന്റെ ജീവൻ മാത്രമേ ഉള്ളൂ. എന്താ സുനന്ദേ? ഞാൻ ഗോപാലനെ ഒന്ന് കാണാൻ വന്നതാ. എന്താ കാര്യം? എനിക്കൊരു സ്വന്തം ചേട്ടനുണ്ടെങ്കിൽ പറയുന്നത് പോലെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പറയാനാണ് ഞാൻ വന്നത്. പറയൂ. അച്ഛൻ കിടപ്പിലാണ്. ബില്ല് മാറിയിട്ടില്ല. എന്റെ വീട് ആകെ തകർന്നു. ഞാൻ അറിഞ്ഞു. എന്റെ വീടിനെ രക്ഷിക്കാൻ ഇനി ഞാൻ മാത്രമേ ഉള്ളൂ. നിനക്ക് എന്ത് ചെയ്യാൻ കഴിയും അനിയത്തി? എഞ്ചിനീയർ ദാസ് എന്നെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ സമ്മതിച്ചു. ആ ബന്ധം കൊണ്ട് ഒരുപക്ഷെ എന്റെ കുടുംബം രക്ഷപ്പെട്ടേക്കും. നല്ലപോലെ ആലോചിച്ചിട്ടാണോ ഈ തീരുമാനമെടുത്തത്? അയാൾ നല്ലവനല്ല. എനിക്കറിയാം. പക്ഷേ അയാൾ വിചാരിച്ചാൽ എന്റെ കുടുംബത്തെ സൃഷ്ടിക്കാനും സംരക്ഷിക്കാനും കഴിയും. എന്തോ എനിക്ക് തോന്നുന്നില്ല. ഞാൻ പറയുന്ന വിശ്വസിക്കൂ. ഞാൻ ഈ വിവാഹത്തിന് സമ്മതിച്ചത് അച്ഛനും ചിറ്റമ്മയ്ക്കും തീരെ ഇഷ്ടമില്ല. അവർ നിന്നെ സ്നേഹിക്കുന്നത് കൊണ്ട്. ഗോപാലേട്ട, എന്റെ ഈ തീരുമാനത്തിൽ എന്തെങ്കിലും പാളിച്ച പറ്റിപ്പോയാൽ എന്നെ സഹായിക്കുമോ? അനിയത്തി, ചിലപ്പോൾ അയാളെ നന്നാക്കിയെടുക്കാൻ നിന്റെ നല്ല മനസ്സിന് കഴിഞ്ഞേക്കാം. നിനക്കൊന്ന് വിശ്വസിക്കാം. നീ എനിക്ക് എന്റെ സരോജിനിയെ പോലെയാണ്. എന്റെ സഹായം നിനക്ക് ആവശ്യമുള്ളപ്പോ അത് തീർച്ചയായും ഉണ്ടാവും. മതി, എനിക്ക് തൃപ്തിയായി. ഞാൻ വിവാഹത്തിന് ആരെയും ക്ഷണിക്കുന്നില്ല. പക്ഷേ ചേട്ടനോട് വിവരം പറയണമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ വന്നത്. ഞാൻ പോട്ടെ. ദൈവം നിനക്ക് നല്ലത് വരുത്തട്ടെ. അച്ഛാ, അച്ഛന്റെ ഒരേ ഒരു മകളാണ് ഞാൻ. അച്ഛന്റെ സാന്നിധ്യത്തിൽ വെച്ച് എന്റെ വിവാഹം നടത്താനുള്ള ഭാഗ്യം എനിക്കില്ലാതെ പോയി. ചേട്ടാ, ഒരു വശം തളർന്നു കിടക്കുന്ന അച്ഛനെ കെട്ടിയെടുത്തോണ്ട് പോകാൻ പറ്റുമോ? ഞങ്ങൾ അങ്ങോട്ട് പോവുക. 2 ദിവസം കഴിഞ്ഞ് വരാം. പടി. ഞാൻ പോട്ടെ അച്ഛാ. അച്ഛാ, ഞാൻ പാൽ. നോ, പാലിനേക്കാൾ വിസ്കിയാണ് എനിക്ക് പ്രിയ. അതവിടെ വെച്ചേക്ക്. ഇവിടെ ഇരിക്കാൻ.
നിനക്ക് എന്തിനാടി ഈ സാരി? വാടി ഇവിടെ, ഇവിടെ വാടി. എന്താടി, വിസ്കിയുടെ മണം നിനക്ക് പിടിച്ചില്ലേ? നിന്റെ ആ കോളേജ് കാമുകനില്ലേ, ആ പിച്ചക്കാരൻ ചെറുക്കൻ, അവൻ കുടിക്കില്ലായിരുന്നു? നിന്റെ നേതാവ് ഗോപാലൻ പട്ടച്ചാരയമല്ലടി മുങ്ങുന്നത്? പറയടി. എനിക്കറിയില്ല. നിനക്കറിയില്ലേ? ആ, അന്ന് നീ കാറിൽ വെച്ച് എന്റെ ഏത് കവിളിലാ അടിച്ചത്? ഓർമ്മയില്ലേ? ഈ കവിളി. ഇവിടെ ഒരു ഉമ്മയ്ക്ക് വെക്കില്ലേ? ഇവൻ ആരടാ ഈ സ്വർഗത്തിലെ കട്ടുറുമ്പ്? യെസ്, എഞ്ചിനീയർ ദാസ് ഹിയർ. ഓഹോ ഓഹോ, ആ ശരി. കിടക്ക് കിടക്കേ. ആ, നീ എഴുന്നേറ്റോ? ഇന്നലെ രാത്രി ഫോണിൽ വിളിച്ചത് ആരാണെന്നറിയാം? നിന്റെ ചിറ്റമ്മ. രാത്രി നിന്റെ അച്ഛൻ ചത്തുപോയെന്ന്. കളന്ന് കിടന്ന് മനുഷ്യ മെനക്കെടുത്താതെ നേരത്തെ ചത്തത് ഭാഗ്യം. ആ, നീ വേണമെങ്കിൽ പോയിക്കോ, എനിക്കല്പം ജോലിയുണ്ട്. ഞാൻ വരുന്നില്ല. അയ്യോ,